നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസം 2-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 18-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ഉത്രം നക്ഷത്രമാണ്. ബുധന് വളരെ പ്രത്യേകതയുണ്ട്. ബുധൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകൻ്റെ ദിവസമാണ്. അപ്പോൾ ഏറ്റവും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം എന്ന് ചോദിച്ചാൽ ബുധനാഴ്ചയാണ്. അതൊരു ജോലിക്ക് വേണ്ടി പോകാനായാലും ശരി, ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ശരി, ഒരു ആപ്ലിക്കേഷൻ ആയാലും ശരി, എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായാലും ഏറ്റവും നല്ല ദിവസം എന്ന് ചോദിച്ചാൽ ബുധനാഴ്ച. അപ്പോൾ പ്രവൃത്തികാരകൻ്റെ ദിവസമാണ് ബുധനാഴ്ച. അപ്പോൾ നല്ല കാര്യങ്ങൾക്കെല്ലാം ബുധനാഴ്ച അനുകൂലപ്രദമാണ്. അപ്പോൾ ബുധനാഴ്ച ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്ക് നമുക്കിന്ന് ഇറങ്ങാമെന്നാണ്. നല്ല ആഴ്ച മാത്രമല്ല, ഇന്ന് നക്ഷത്രവും ശുഭപ്രദമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു ജോലി തേടിപ്പോവാനോ ഒക്കെ ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ മിഥുന മാസത്തിലെ ഉത്തര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ബുധനാഴ്ചയാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്നത്. വളരെ സന്തോഷപ്രദമായ ഒരു വർഷം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉദ്യോഗമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്യോഗം കിട്ടും എന്നുള്ളതിന് സംശയം വേണ്ട. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റോ പ്രമോഷനോ ലഭിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. അതുപോലെ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് തുടങ്ങിക്കൊള്ളുക, വിജയിക്കും. ഇല്ല, ഞാൻ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ശ്രമിക്കണം, അത് ചെയ്യണം, സക്സസ് ആവും. അതുപോലെ ജോലി തേടിയോ പഠിത്തം, ഏറ്റവും പ്രധാനം ബുധൻ എന്ന് പറഞ്ഞാൽ വിദ്യാകാരകനും കൂടിയാണ്. അപ്പോൾ പഠിത്തവും ബ്രേക്ക് ചെയ്തിരിക്കുന്നവർ, വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നവർ, ഉപരിപഠനത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. രാവുകാലം ശരിക്ക് ഉച്ചയ്ക്കാണ്, 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 തൊട്ട് 1:30 വരെ അല്ല രാവുകാലം. 12:29 രാവുകാലം തുടങ്ങുള്ളൂ. 2 മണി 3 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് 12:06 തൊട്ട് ശരിക്ക് 12:54 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിനും വളരെ പ്രാധാന്യം കൊടുക്കേണ്ട, കാരണം ഇന്ന് രാവുകാല സമയം ത്താണ് അഭിജിത്ത് മുഹൂർത്തവും കയറി വരണേ. അതുപോലെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇപ്പോൾ ഗുളിക കാല സമയം വരുന്നത് 10:54 തൊട്ട് 12:29 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 7:46 തൊട്ട് 9:20 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇന്ന് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ പ്രാധാന്യം കൊടുക്കണം. പച്ച വസ്ത്രം വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഫുൾ പച്ചയായിട്ട് പോകണമെന്നല്ല, ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് പച്ച വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.